മാംഗല്യം. രചനാ അവതരണം നന്ദു അച്ചു കൃഷ്ണ. പൊന്നി, കണ്ണിന്റെ രാജകുമാരിയല്ലേ? മോള് കണ്ണ് പറയുന്ന ഒന്ന് കേട്ടെ. ഈ വെള്ളമുണ്ടല്ലോ, ഈ വെള്ളം നിറയെ അപ്പിയ. ഇച്ചിച്ചി, ഈ വെള്ളത്തിൽ കുഞ്ഞ് കാല് വെച്ചാലുണ്ടല്ലോ, എന്റെ കുഞ്ഞിന്റെ കാല് മുഴുവനും ഉവ്വാവ് വരും. അങ്ങനെ വന്നാൽ ഡോക്ടർ മാമൻ കാല് മുറിച്ചു കളയും. അങ്ങനെ മുറിച്ചാ നിറയെ മണിയുള്ള കൊലുസ് പിന്നെ നമ്മൾ എങ്ങനെയാ ഇടുക? ഡാൻസ് ഒക്കെ എങ്ങനെയാ കളിക്കുക? അതൊക്കെ പോവില്ലേ? കഷ്ടം വെച്ചുകൊണ്ട് താടിയിൽ പിടിച്ച് ദയനീയമായുള്ള അവളുടെ പറച്ചിലൊക്കെ കേട്ടെങ്കിലും അതങ്ങോട്ട് ദഹിക്കാത്ത പോലെ കുഞ്ഞിപ്പെണ്ണിന്റെ കണ്ണുകൾ പിന്നെയും കൂർത്തു തന്നെയാണിരുന്നത്. വെളുത്ത വെള്ളമല്ലേ കണ്ണു, പ്രശ്നമില്ല, സൂപ്പറാ. പിന്നെയും മണിക്കുട്ടിയെ സമ്മതിപ്പിക്കാൻ എന്ന പോലെ കുറുമ്പി ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും കുറച്ചു മുന്നത്തെ അത്രയും വാശിയില്ലായിരുന്നു ആ വർത്തമാനങ്ങളിൽ ഒന്നും തന്നെ. അതിന് കാരണം മണിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ്. കുഞ്ഞിന്റെ കാലിൽ ഇപ്പോഴുള്ളത് വെള്ളിത്തള പോലെ 3-4 മുത്തുകൾ മാത്രമുള്ള കൊലുസാണ്. അതിനാണെങ്കിൽ വലിയ കിലുക്കവുമില്ല. മണിക്കുട്ടിക്കാണെങ്കിൽ കുഞ്ഞു പിള്ളേര് നിറയെ കൊലുസുള്ള പാദസരം വേണം ഇടണമെന്ന് ആഗ്രഹമുള്ളവളും. അതിന്റെ ആ ഒരു ഇതിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇനി കുറച്ച് പൈസ മണിക്കുട്ടിയുടെ കയ്യിൽ കിട്ടിയാൽ ആദ്യം കുഞ്ഞി പെണ്ണിന് നിറയെ മുത്തുള്ള കൊലുസ് വാങ്ങിത്തരാമെന്ന്. അത് കുഞ്ഞും അവളും തമ്മിലുള്ള പിങ്കി പ്രോമിസ് ആയതുകൊണ്ട് തന്നെ മോൾക്കത് ഭയങ്കര വിശ്വാസവുമാണ്. ഓക്കെ, ഇഴങ്ങുന്നില്ല. മുഖമൊക്കെ വാടിയെങ്കിലും കിട്ടാൻ പോകുന്ന കൊലുസിനെ ആലോചിച്ച് അവള് പാവാടയൊക്കെ താഴ്ത്തിയിട്ട് മണിക്കുട്ടിയുടെ നേരെ കൈ നീട്ടി. പക്ഷേ ഇനി കുലമൊന്നാൽ നമുക്ക് ഇറങ്ങണം. കുഞ്ഞുവിരൽ മുന്നിലേക്ക് നീട്ടി പിങ്കി പ്രോമിസ് എന്ന പോലെ അവളത് മെല്ലെ ഒന്ന് താഴോട്ടും മുകളിലേക്കുമാക്കിയതും മണിക്കുട്ടി തന്റെ കുഞ്ഞുവിരലുമായി അത് ലോക്ക് ചെയ്തു. ഉറപ്പ്, ഇനി കാണുന്ന ഏത് കുളത്തിലാണെങ്കിലും നമ്മൾ ഇറങ്ങിയിരിക്കും. തൽക്കാലം വെള്ളത്തിൽ ഇറങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ച് സന്തോഷിച്ചവൾ അറിഞ്ഞില്ല ഇതിലും വലിയ പണിയാണ് പിന്നാലെ വരാനിരിക്കുന്നതെന്ന്. അങ്ങനെ കുഞ്ഞിനെയും ഒക്കത്തെടുത്ത് തിരിയുമ്പോഴാണ് കാണുന്നത് അവരെയും നോക്കി കൈയും കെട്ടി കാത്തു നിൽക്കുന്നവരെ. രണ്ടുപേരുടെയും മുഖം കണ്ടാൽ അറിയാം പറഞ്ഞതെല്ലാം അണുവിടാതെ കേട്ടിട്ടുണ്ടെന്ന്. അവൾക്ക് വല്ലാത്ത ചമ്മല് തോന്നി. ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് മൊത്തത്തിൽ പാളിയെന്ന് മനസ്സിലായത് ശ്രീധരൻ മാമന്റെ തലയാട്ടലും ഒപ്പം നിൽക്കുന്ന ആളുടെ വാനനിരീക്ഷണവും കണ്ടപ്പോഴാണ്. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. വേഗത്തിൽ അമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും ചൂട് ഉഴുന്നുവട റെഡിയായിരുന്നു. അതൊന്ന് വേവാൻ വേണ്ടി മാത്രം കാത്തുനിന്ന സീതമ്മയുടെ മുന്നിലേക്ക് അവര് നല്ല മുരുത്ത ഉഴുന്നുവട 2 എണ്ണം പാത്രത്തിൽ എടുത്തുകൊണ്ട് വെച്ചു. ഹോ, എന്താ മണം! വെളിച്ചെണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയിട്ടത് കൊണ്ട് തന്നെ ഉഴുന്നിന്റെയും കറിവേപ്പിലയുടെയും പച്ചമുളകും ഇഞ്ചിയുടെയും ഒക്കെ ഒരു വല്ലാത്ത മണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. അതുവരെ വിശപ്പില്ലാതിരുന്നവൾക്ക് പോലും ആ മണം നൽകിയത് ആക്രാന്തമായിരുന്നു. അപ്പോഴേക്കും ചൂടോടെ അത് 2ആയി മുറിച്ചിട്ടിരുന്നു സതി. പിന്നെ കയ്യിൽ പിടിച്ചും ഊതിയുമൊക്കെ അവരതൊന്ന് വായിലിട്ടു. കണ്ണടച്ച് ആസ്വദിച്ച് കഴിക്കുന്നവളുടെ മുഖം കണ്ടുകൊണ്ടാണ് ഹരിയും ശ്രീധരനും അവിടേക്ക് വന്നത്. അറിയാതെ തന്നെ വന്ന മൂളലിൽ നിന്ന് തന്നെ അറിയാം അവർക്കത് അസാധ്യമായി ഇഷ്ടപ്പെട്ടു എന്ന്. കണ്ണു തുറന്ന് അടുത്ത പീസ് വായിൽ വെക്കുന്ന നേരത്ത് കളിയാക്കലോടെ തന്നെ നോക്കുന്ന ഭർത്താവിനെ പുച്ഛിച്ചു വിട്ടുകൊണ്ട് ഒരു ഭാഗം പൊട്ടിച്ചെടുത്ത് മണിക്കുട്ടിക്കും ഹരിക്കും നേരെ നീട്ടി അവർ. കഴിച്ചു നോക്ക്, 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നില്ലേ? ഇപ്പൊ കഴിച്ചിട്ട് പറ, വെയിറ്റ് ചെയ്തത് നഷ്ടമായോ ഇല്ലയോ എന്ന്. ഇത്തിരി അഹങ്കാരത്തോടെയുള്ള ആ പറച്ചിലിൽ നിന്ന് തന്നെ അറിയാം സംഭവം രസമാണെന്ന്. നാവിലേക്ക് വെച്ച് കഴിച്ചപ്പോൾ അത് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെയും ഓരോ ചായ എല്ലാവർക്കും പറഞ്ഞു ഹരി. ഒപ്പം ആ ചെറിയ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയ ഉഴുന്നുവടകൾ മൊത്തത്തിലും പാക്ക് ചെയ്യാനും. അതൊക്കെ കഴിച്ച് 3 എണ്ണം പൊതിഞ്ഞുമെടുത്താണ് സീത വണ്ടിയിലേക്ക് കയറിയത്. ഹോ, ഇനിയിപ്പോ ഒന്നും കഴിച്ചില്ലെങ്കിലും വേണ്ട. ഇനിയിപ്പോ അവിടെ കഴിക്കാൻ ആ ചീനച്ചട്ടി മാത്രമേ ബാക്കിയുള്ളൂ. അത് കേട്ടതും ഹരിയും മണിക്കുട്ടിയും ഒരുപോലെ ഉറക്കെ ചിരിച്ചുപോയി. പക്ഷെ സീതമ്മയുടെ മുഖം കണ്ടതും രണ്ടുപേരും സ്വിച്ചിട്ട പോലെ അങ്ങ് നിർത്തി. ശ്രീധരൻ കൊടുത്ത മറുപടി ഒട്ടും ഇഷ്ടപ്പെടാതെ തിരിച്ചെന്തോ പറഞ്ഞെങ്കിലും ഹരി ഇരിക്കുന്നത് കൊണ്ട് കൂടുതൽ പറയാതെ സീതമ്മ അടപടലം അങ്ങ് പിണങ്ങി മാറി. പക്ഷെ അത് ഇത്തിരി നേരം കഴിഞ്ഞ് മാറിയെങ്കിലും ശരിക്കും പിണങ്ങിയ ഒരാൾ ആ കാറിലുണ്ടായിരുന്നു.
പൊന്നു നോക്കിയേ, എന്തോരം പറവുകളാ! പൊന്നെ, ദേ നോക്കി ആട്ടുമാമ! പൊന്നേ, നോക്കിയേ പട്ടിക്കുട്ടി! പൊന്നേ! വഴിയിൽ കാണുന്ന സകല കാഴ്ചകളും മണിക്കുട്ടി വിളിച്ച് വിളിച്ച് കാണിക്കെങ്കിലും പൂവ് അതൊക്കെയൊന്ന് എത്തി നോക്കി എന്നല്ലാതെ കുറച്ചു മുന്നത്തെ പോലെ ഒരു ബഹളവും അവൾ ഉണ്ടാക്കിയില്ല. നേരം ഇത്തിരി കഴിയുന്തോറും പൂവിനേക്കാൾ സങ്കടം അവളെ എടുത്തിരിക്കുന്നവൾക്കാണെന്ന് തോന്നി. അത്രത്തോളം കുഞ്ഞുപെണ്ണ് ഒന്നും മിണ്ടാതെയായി. കുറച്ചു കഴിഞ്ഞ് കുഞ്ഞവളുടെ നെഞ്ചിലേക്ക് പതിയെ ചാഞ്ഞുറങ്ങി. കുഞ്ഞിന് സുഖമായി കിടക്കാൻ വേണ്ടി അവളുടെ തല കയ്യിലേക്ക് വെക്കുന്ന നേരത്ത് കുഞ്ഞിന്റെ കാല് ഹരിയുടെ മുണ്ടിലൊന്ന് വന്ന് തട്ടി. ഒന്ന് ഞെട്ടി അവൻ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആകെ മൂടിക്കെട്ടിയ പോലെ ഇരിക്കുന്നവളെയാണ്. ആദ്യം മോള്, ഇപ്പൊ ദേ ഇവള്. അവന്റെ നെറ്റിയൊന്ന് ചുരുങ്ങി. ചോദിക്കാൻ മാത്രമുള്ള അടുപ്പമില്ലാത്തതുകൊണ്ട് അവന്റെ ശ്രദ്ധ പിന്നെയും ഡ്രൈവിംഗിലേക്ക് തന്നെ തിരിച്ചുപോയി. അല്പദൂരം കൂടി യാത്ര ചെയ്ത് ഹരി മറ്റൊരു ക്ഷേത്ര അങ്കണത്തിലേക്ക് വണ്ടി കയറ്റി നിർത്തി. എടോ, ഡോ! 2 തവണയായി ഹരി അവളെ വിളിക്കുന്നു. എവിടെ? ഉറക്കം തന്നെ. ഒരിത്തിരി മുന്നേക്ക് നോക്കുമ്പോൾ പോലും നെഞ്ചിൽ കിടക്കുന്ന മോളെ മെല്ലെ പുറത്തു തട്ടിക്കൊണ്ടിരിക്കുന്നത് താൻ കണ്ടതാണ്. ഇതിനിടയിൽ എപ്പോഴാ ഇവൾ ഉറങ്ങിയതെന്ന് കണ്ടില്ല. ഇവിടെ വന്ന് കാർ സൈഡാക്കി നോക്കുമ്പോഴാണ് മോൾക്കൊപ്പം അവളും ഉറങ്ങിയത് കണ്ടത്. ഇത്രയും നേരം ഒരുമിച്ചിരുന്ന് വന്നതിന്റെ ക്ഷീണത്തിൽ ശ്രീധരനും മാമനും സീതമ്മയും പുറത്തിറങ്ങി കൈയും കാലുമൊക്കെ നോക്കുന്നുണ്ട്. ഇവൾ ഉറങ്ങിയത് അവരും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പം അവരെ കൊണ്ടെങ്ങാനും വിളിപ്പിക്കാം, അല്ലാതെ താൻ വിളിച്ചിട്ട് എഴുന്നേൽക്കണ്ടേ ഇവള്? അവൻ നിവർന്നു നിന്നു. എന്നിട്ടും ഒരിക്കൽ കൂടി വിളിക്കാം എന്ന പോലെ ഡോറ് തുറന്ന് അവളുടെ തോളിൽ മെല്ലെയൊന്ന് തട്ടി അവൻ ഒന്നുകൂടി വിളിച്ചു. എടോ! ഇത്രയും നേരം പുറത്തുനിന്ന് വിളിച്ചതാ. അവസാന ശ്രമമെന്ന പോലെയാണ് ഡോറ് തുറന്നിട്ട് അകത്തേക്ക് ചാഞ്ഞ് തട്ടി വിളിച്ചു നോക്കിയത്. എന്തായാലും അതിൽ മണിക്കുട്ടി ചാടി എഴുന്നേറ്റു. എന്താ? എന്തു പറ്റി? വെപ്രാളത്തിലുള്ള അവളുടെ ചോദ്യം കേട്ടതും ഹരിയും പേടിച്ചുപോയി. എന്തു പറ്റി? തിരിച്ചവനും അങ്ങനെയാ ചോദിച്ചു പോയത്. ഇത്തിരി നേരം നോക്കി രണ്ടുപേരും പരസ്പരം ചമ്മിയ മുഖം മാറ്റി. ക്ഷേത്രമെത്തി. ഉറങ്ങുന്ന കണ്ടപ്പോൾ വിളിച്ചതാ. പുറത്തേക്ക് പൂർണ്ണമായും മാറിക്കൊണ്ട് പറയുമ്പോഴാണ് മണിക്കുട്ടി ചുറ്റും നോക്കുന്നത്. കുറച്ചു മുന്നിലേക്ക് നോക്കുമ്പോൾ വലിയൊരു ക്ഷേത്രം കാണുന്നുണ്ട്. അപ്പോഴാണ് വണ്ടി നിർത്തിയതും ക്ഷേത്ര പരിസരത്താണ് തന്റെ നിൽപ്പും എന്നൊക്കെ അവൾക്ക് ബോധം വരുന്നത്. എന്തു പറ്റി ഹരി? മോള് എഴുന്നേറ്റില്ലേ? മോള് മാത്രമല്ല, അവൻ പിറുവിറുത്തത് പക്ഷേ ശ്രീധരൻ കേട്ടില്ല. ഹരി? ഇല്ല ശ്രീധരേട്ടാ, എടുത്ത് മുഖമൊക്കെ കഴിയിക്കുമ്പോഴേക്കും ആള് ഉഷാറായിക്കോളും. അദ്ദേഹം മൂളിക്കൊണ്ട് ഭാര്യയുമായി ചുറ്റുപാടും നോക്കി നിന്നു. പുതിയ സ്ഥലമാണെങ്കിലും കൈമൾ മാഷിൽ നിന്നും കേട്ടറിഞ്ഞ പല കാര്യങ്ങളും നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു സന്തോഷം അവരിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മുന്നിലുള്ള കാഴ്ചയെല്ലാം അവരിൽ പുതുമയുള്ളതായിരുന്നു. ഹരി, നീ അവരെയും കുട്ടി വിട്ടോ. അപ്പോഴേക്കും ഞങ്ങളെ കുളത്തിൽ പോയി കാലൊന്ന് കഴുകി ഇവിടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങളും വരില്ലേ? ഓ, വരാം, നിങ്ങൾ നടന്നോ. അവരോട് തലയാട്ടിക്കൊണ്ട് ഹരി നോക്കുമ്പോൾ ഇവിടെ ഒരാള് കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേൽക്കാൻ പാടുപെടുകയാണ്. താൻ ഇരിക്ക്, ഞാൻ എടുക്കാം. പറഞ്ഞുകൊണ്ട് ഹരി കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങിയതും പെണ്ണ് പിന്നെയും ചുരുങ്ങിക്കൊണ്ട് മണിക്കുട്ടിയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. ഒരു നിമിഷം ഞെട്ടിയ പോലെ രണ്ടുപേരും പരസ്പരം നോക്കി. കുഞ്ഞിന്റെ പെട്ടെന്നുള്ള തിരിച്ചിലിൽ അവന്റെ വലത് കൈ കുഞ്ഞിന്റെ നെഞ്ചിനടിയിലായിപ്പോയി. മണിക്കുട്ടിയുടെ നെഞ്ചിനു മുകളിലും. അവൻ പെട്ടെന്ന് കൈവലിച്ചു. സോറി. വല്ലാത്തൊരു ജാള്യതയോടെ അവൻ സൈഡിൽ നിന്നും കുറെ പിന്നിലേക്ക് അങ്ങ് മാറി നിന്നു. അബദ്ധത്തിൽ സംഭവിച്ചതാണ്. രണ്ടുപേർക്കും അതറിയുകയും ചെയ്യാം. എന്നിട്ടും പരസ്പരം ഒരുപോലെ വല്ലാതായി. ഒരാളിലേക്ക് പെട്ടെന്ന് ദേഷ്യമായിട്ടാണത് പരിണമിച്ചതെങ്കിൽ മറ്റേയാൾക്കത് വല്ലാത്ത നാണക്കേടായിട്ടാണ് തോന്നിയത്. ഇതിനിടയിലും കുഞ്ഞിപ്പെണ്ണ് പിന്നെയും ഞരങ്ങാൻ തുടങ്ങി. പൊന്നേ, മോളെ! ഉറക്കത്തില് കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു കണ്ടതും മണിക്കുട്ടി മറ്റതെല്ലാം മറന്നവളുടെ കവിളിൽ തട്ടി മെല്ലെ വിളിച്ചു. പൊന്നെ, നോക്കിയേ, നമ്മൾ എവിടെയാണെന്ന് നോക്കിയേ കുഞ്ഞേ. നമ്മൾ ക്ഷേത്രത്തിൽ വന്നല്ലോ. ഇപ്പൊ നമ്മള് ഒമ്പൊറ്റിയെ കാണുമല്ലോ. അമ്പായി പ്രാർത്ഥിക്കുമല്ലോ. പൊന്നു നോക്കി, കണ്ണുവിന്റെ കുഞ്ഞ് വേഗം കണ്ണു തുറന്നേ. കുഞ്ഞിക്കവളിൽ തട്ടിയും കൈവെള്ളയിൽ ചുംബിച്ചും കാലിലെ കൊലുസൊന്ന് ആട്ടിയുമൊക്കെ കുഞ്ഞിനെ കൊഞ്ചിച്ചു പറയുന്നവളെ ഒരു നിമിഷം ഹരിയും നോക്കി നിന്നുപോയി. സാധാരണ ഉറക്കം തീരാതെ എഴുന്നേറ്റാൽ പിന്നെ കരച്ചിലിന്റെ കച്ചേരിയാണ്.
അതിന്ന് പെണ്ണിനെ സമാധാനിപ്പിക്കാൻ ദൈവം നേരിട്ടിറങ്ങി താഴേക്ക് വരേണ്ടി വരും. അവിടെയാ ഇവളിപ്പോ ഇത്ര ഈസിയായി കുഞ്ഞിനെ കരയിക്കാതെ. എന്തായാലും പെണ്ണ് കൊള്ളാം. ഇത്തിരി മുന്നേ ഇരഞ്ഞു പൊങ്ങിയ ദേഷ്യം എവിടെന്നറിയാതെ അവനീന്നങ്ങ് മാഞ്ഞുപോയി. സർ, അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നീന്ന് ആ വിളി കേൾക്കുന്നത്. നോക്കുമ്പോ കുഞ്ഞിനെ കൊണ്ടിറങ്ങാൻ നോക്കുവാ അവൾ. മോളൂട്ടിയെ നിലത്തേക്ക് നിർത്തിയാൽ കരയുമോന്നുള്ള പേടിയാ ആ മുഖത്തത്രയും. തെല്ലൊരു പുഞ്ചിരിയോടെ അവൻ ചെന്ന് കുഞ്ഞിനെ കയ്യിലേക്കെടുത്തു. അച്ചയുടെ പൂവ് നല്ലോണം ഉറങ്ങിയോ? അവളുടെ മുഖമെല്ലാം തഴുകിക്കൊണ്ട് ഹരി ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ കുഞ്ഞിന്റെ കണ്ണുകൾ ചുറ്റും ഓടിക്കൊണ്ടിരുന്നു. അരി, ദേവാപ്പൂപ്പ അമ്പോറ്റി. അതുവരെ ആകെ തളർന്നു നിന്നവള് ക്ഷേത്രവും ആലും കടകളും ഒക്കെ കണ്ടതും അത്രയും സന്തോഷത്തോടെ ഉറക്കെ വിളിച്ചു കൂവി. ആഹാ, അച്ചയുടെ പൂവ് മറന്നില്ലല്ലോ. ഇത്രയും ദിവസത്തിന് ശേഷം വന്നിട്ടും കുഞ്ഞൊന്നും മറന്നില്ല എന്ന് കണ്ട് ഹരിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അരി, ദേവപ്പൂപ്പ പായസം. അവന്റെ ശരീരത്തിൽ നിന്നും പിടഞ്ഞിറങ്ങി പെണ്ണ് ഓടാൻ വേണ്ടി തുടങ്ങിയതും ഹരി അവളെ വട്ടം പിടിച്ചു നിർത്തി. ഓടല്ലേ പൂവേ, നമുക്ക് ആദ്യം മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. മേന്താ അരി, ദേവപ്പൂപ്പ പോവാം. അവള് അരിയെ എടുക്കാൻ സമ്മതിക്കാതെ ഉരുണ്ടു പിടിച്ച് ഓടാൻ തുടങ്ങി. പൂവേ, വേണ്ട, നിൽക്ക്. മോൾ ഉറങ്ങിയതല്ലേ, നമുക്ക് മുഖമൊന്ന് കഴുകിയിട്ട് പോകാം. അവളെ പിടിക്കാൻ എന്നപോലെ ഹരി പിന്നാലെ ഓടിയതും പെണ്ണവന്റെ കയ്യിൽ പെടാതിരിക്കാൻ വേഗത്തിൽ പാഞ്ഞതാണ്. പക്ഷെ പാവാടത്തുമ്പിൽ തട്ടി നെഞ്ചിടിച്ചു വീണു. അരി! കുഞ്ഞ് നിലവിളിച്ച് കരഞ്ഞപ്പോൾ അവൻ എടുക്കാൻ പോകും മുന്നേ തന്നെ മണിക്കുട്ടി ഓടി വന്നവളെ എടുത്തിരുന്നു. പൊന്ന കുഞ്ഞെ, എന്തു പറ്റി എന്റെ മുത്തേ? അവളെ വാരി പിടിച്ചെടുത്ത് അടുത്തിരുത്തി കൈയും മുട്ടുമൊക്കെ നോക്കുമ്പോൾ കണ്ടു കുഞ്ഞി കൈവെള്ള ഉരഞ്ഞു കിടക്കുന്നത്. ഒപ്പം കാലിന്റെ തുമ്പിലും ചെറിയൊരു മുറിവുണ്ട്. ചോയ കണ്ണു. ചുണ്ടുകൾ പിന്നെയും വിതുമ്പി. പൂവി, മോളെ, കുഞ്ഞിനെ ഓടിച്ചു മറിച്ചിട്ട് ഇപ്പൊ വിളിക്കാൻ വരുന്നോ? ചാടിക്കടിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യത്തിൽ അവൻ ഒരു നിമിഷം ശരിക്കും പതറിപ്പോയി. മറുപടി പറയാൻ പോലും മറന്നുകൊണ്ട് ഹരി അവളെ നോക്കി നിന്നു. എന്താ മോളെ, എന്താ കുഞ്ഞ് കരയുന്നേ? ക്ഷേത്രത്തിലേക്ക് കയറാതെ വഴിയിൽ തന്നെ നിന്നുകൊണ്ട് കുഞ്ഞിന്റെ കൈയും പിടിച്ച് നോക്കുന്നവൾക്കരികിലേക്ക് സീത വന്ന് ചോദിക്കുമ്പോൾ ഹരിയോട് കാര്യം തിരക്കുകയായിരുന്നു ശ്രീധരൻ. കുഞ്ഞൊന്ന് വീണു എന്നു മാത്രം പറഞ്ഞവൻ കാര്യം നിർത്തിയപ്പോൾ ഇവിടെ ഒരാൾ കുഞ്ഞുറങ്ങി എഴുന്നേറ്റപ്പോൾ മുതലുള്ള കാര്യങ്ങൾ സീതമ്മയോട് വിശദീകരിക്കുന്നുണ്ട്. ഉറക്കം തീരാതെ കുഞ്ഞെഴുന്നേറ്റപ്പോൾ അവളെ ഓടാൻ സമ്മതിക്കാൻ പാടുണ്ടായിരുന്നു സീതമ്മേ. അതുകൊണ്ടല്ലേ എന്റെ പൊന്നു വീണ് ഒക്കെ മുറിഞ്ഞത്. നോക്കിയേ, മുട്ടിന്റെ അവിടത്തേക്ക് തോല് പോയി, കൈയും മുറിഞ്ഞു. പറഞ്ഞ് ദേഷ്യപ്പെടുന്നതിനൊപ്പം തന്നെ കുഞ്ഞിനെ പോലെ അവളും കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട്. ഹാ, പോട്ടെ, രണ്ടുപേരും എഴുന്നേൽക്ക്. എന്നിട്ട് പോയി കൈയും മുഖവും ഒക്കെ കഴുകിവാ. അപ്പോഴേക്കും ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറാം. സീതമ്മ പയ്യെ പറഞ്ഞ് സമാധാനിപ്പിച്ചതും അവള് കുഞ്ഞുമായി എഴുന്നേറ്റു. ഞാൻ എടുക്കാം. പെണ്ണിനെയും എടുത്തുകൊണ്ടവൾ പൂഴിയിലൂടെ നടക്കാൻ പാടുപെടുന്നു എന്ന് കണ്ടതും ഹരി അങ്ങോട്ട് കയറി ചോദിച്ചു. അതിന് തിരിച്ച് ദേഷ്യത്തോടെയുള്ളൊരു നോട്ടമാണ് മറുപടി കിട്ടിയത്. ചേടാ, കുഞ്ഞു പോയി വീണേന് ഇവളെന്തിനാ എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നേ? ഞാൻ എന്താ എന്റെ കുഞ്ഞിനെ മനഃപൂർവ്വം കൊണ്ടുപോയി തള്ളിയിടുമോ? ഇവളുടെ മട്ടും ഭാവവും കണ്ടാൽ തോന്നുമല്ലോ ഞാനാണ് കുഞ്ഞിനെ കൊണ്ടുപോയി തള്ളിയിട്ടതെന്ന്. ഇത്തിരി മുന്നേ പടിയിറങ്ങിപ്പോയ ദേഷ്യം അവനിൽ പൂർവാധികം ശക്തിയോടെ ഇങ്ങ് തിരിച്ചെത്തി. ആ ഒരു ദേഷ്യത്തിൽ നടക്കുമ്പോഴാണ് തനിക്ക് മുന്നേ വാശി പിടിച്ചു പോയവള് തത്തി കളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടത്. റോക്കറ്റ് പോലെ പോയ ഇവൾക്ക് ഇത് എന്തു പറ്റി എന്നൊരു ചിന്തയിൽ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് കുഞ്ഞിപ്പെണ്ണിന്റെ വഴക്കവൻ കേൾക്കുന്നത്. പൈപ്പ് മേന്താ, കൊലം പോവാം. അത് ബിഗ് കൊലമാ കണ്ണു. ബാ, അവിടെ ഫിഷ് ഉണ്ട്, ഞാൻ കണ്ണുവിന് കാണിച്ചു തരാം. ബാ കണ്ണു. വേണ്ട പൊന്നെ, നമുക്കിവിടെ. പെണ്ണിന്റെ കണ്ണുകൾ നിരന്നു കിടക്കുന്ന 3-4 പൈപ്പിലേക്ക് പോയി. കുളത്തിലിറങ്ങി കാല് കഴുകാൻ പറ്റാത്തവർക്ക് അതിനു മുന്നോടിയായി കുറച്ച് പൈപ്പുകൾ നാട്ടിയിട്ടുണ്ട്. അവിടെ കാല് കഴുകി പോകാമെന്നവൾ പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുന്നേ തന്നെ കുളത്തിലിറങ്ങി മീനെ കണ്ട് കളിക്കാൻ വേണ്ടിയുള്ളവൾ ഇവളെ കേൾക്കുമോ? അത് കേട്ടും കണ്ടുകൊണ്ടുമാണ് ഹരി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവർക്കടുത്തേക്ക് ചെല്ലുന്തോറും രണ്ടും തമ്മിലുള്ള വർത്തമാനം കേട്ടതും ഇത്തിരി മുന്നേ വരെ ഉണ്ടായിരുന്ന ദേഷ്യം അവൻ അങ്ങ് സന്തോഷമായി മാറി. എന്നാൽ അതേസമയം അടുത്തേക്ക് വരുന്നവനെ കണ്ട് മണിക്കുട്ടിക്ക് സമാധാനവും തോന്നി. നോക്ക് പൊന്ന,
അച്ഛാ വരുന്നുണ്ട്. മോളൂട്ടി നല്ല കുഞ്ഞായിട്ട് അച്ഛന്റെ കൂടെ പോയി കൈ കഴുകിയിട്ട് വാ. കണ്ണു ഇവിടെ നിന്ന് കുളം കണ്ടോളാം. അനുനയം പോലവള് പറഞ്ഞു നോക്കി. മേന്താ, കണ്ണു പോമിശ ചെയ്തതാ. ഇനി കുലം വരുമ്പോ എങ്ങാന്ന്. ഹരിയെ കണ്ടെങ്കിലും അവളുടെ കൈവിടാതെ കുഞ്ഞിപ്പെണ്ണ് ചുണ്ടു പിളർത്താൻ തുടങ്ങി. എന്റെ മഹാദേവ, തോട്ടിലെ വെള്ളത്തിലിറങ്ങാൻ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയ എനിക്ക് ഇത്രയും വലിയ കുളമാണോ നീ കാത്തുവെച്ചിരുന്നത്? ആകാശം മുട്ടും പോലെ തോന്നുന്ന കൊടിമരത്തിലേക്ക് നോക്കിയുള്ള അവളുടെ പിറുപിറുക്കൽ കേട്ടാൽ തന്നെ അറിയാം ആ മനസ്സിലിപ്പോ എന്തൊക്കെയാവും ഓടിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക എന്ന്. ഹരിക്ക് പിന്നെയും ചിരി വന്നു. കണ്ണു വാ. കുഞ്ഞ് പിന്നെയും പിന്നെയും കൈപിടിച്ചു വലിച്ചതും അവളുടെ നോട്ടം ഹരിക്ക് നേരെയായി. സർ, അവൾ മെല്ലെ വിളിച്ചു. സർ. ഈ തവണ പെണ്ണ് ഇത്തിരി കൂടി ഉറക്കെ വിളിച്ചതും അതുവരെ അവളെ നോക്കാതെ നിന്നവൻ തിരിഞ്ഞു നോക്കി. മോൾക്ക് കുളത്തിൽ കാല് കഴുകണമെന്ന്. സാർ ഒന്ന് കൊണ്ടുപോകുമോ? കുറച്ചു മുന്നേ തന്നെ അരച്ചു കലക്കി കുടിക്കാൻ പോയവളുടെ ഇപ്പോഴത്തെ ഈ ദയനീയ മുഖം അവൻ എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു പുഞ്ചിരി അറിയാതെയാണെങ്കിലും ആ മുഖത്തെവിടെയോ തെന്നി മാറി. സർ, അയ്യോ, ഞാൻ മോളെ കൊണ്ടുപോകുന്നില്ല. എനിക്ക് കുഞ്ഞിനെ നോക്കാൻ അറിയില്ല. അതുകൊണ്ട് നന്നായി നോക്കാൻ അറിയാവുന്ന ആള് മോളെ ഒറ്റയ്ക്ക് കുളത്തിൽ കൊണ്ടുപോയി കഴിയിച്ചിട്ട് വന്നാൽ മതി. നിഷ്കളങ്കനായി മറുപടി പറയുന്നവനെ കേട്ടതും അവൾക്ക് മനസ്സിലായി കുറച്ചു മുന്നേ താൻ പറഞ്ഞതിന് തന്നെ തിരിച്ചാക്കുവാണെന്ന്. കണ്ണു ബാ. കുഞ്ഞിപ്പെണ്ണ് പിന്നെയും ബഹളം തുടങ്ങി. മണിക്കുട്ടിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് മുഖം കീറി അങ്ങ് ചുവന്നു. സർ പ്ലീസ്, എനിക്ക് എനിക്ക് വെള്ളം ഭയമാണ്. ഇത്തവണ പറയുമ്പോൾ അവളുടെ തൊണ്ട ഇടറിയെന്ന് കണ്ടതും ഹരിയും വല്ലാതെയായി. ചുമ്മാ കളിപ്പിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ എടോ താൻ താൻ വരണ്ട. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണാൻ വയ്യാതെ പറഞ്ഞുകൊണ്ട് ഹരി മോളെ എടുക്കാൻ തുടങ്ങിയതും അവൾ കയ്യിൽ കയറാതെ വാശിക്ക് നിലത്തേക്ക് ചടച്ചിരുന്നു. ഒപ്പം വലിയ വായിലേക്ക് കരയാൻ തുടങ്ങി. അടി മേന്ത, കണ്ണു മതി. കുഞ്ഞങ്ങനെ കരയാൻ തുടങ്ങിയതും അങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എല്ലാം ശ്രദ്ധ കുഞ്ഞിലേക്ക് മാത്രമായി. അത് കണ്ട് ഹരി കുഞ്ഞിനെ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അവള് വാശിയിൽ കയ്യിൽ നിന്ന് നിലത്തേക്ക് ഊരിപ്പോയി. പൂവേ, നല്ല അടി വാങ്ങിക്കും നീ കേട്ടോ. ഒരു വിധത്തിലും അവൾ അടങ്ങുന്നില്ല എന്ന് കണ്ട് ഒപ്പമുള്ള ആൾക്കാരുടെ നോട്ടം കൂടി ആയതും ഹരി കുഞ്ഞിന്റെ നേരെ ഭയങ്കരമായി ഒച്ചയെടുത്തു. കുഞ്ഞിനെ ചുമ്മാ കരയിക്കാതെ മോനെ. ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ വാശി പിടിക്കും. നീ കൊച്ചിനെ അതിന്റെ തള്ളയുടെ കയ്യിലോട്ട് കൊടുക്ക്. അത് കരച്ചില് മാറ്റിക്കോളും. തന്തമാർക്കല്ലേലും പിള്ളേര് കരഞ്ഞാൽ ഭ്രാന്ത. അടുത്തൂടെ പോയ 3-4 അമ്മമാര് കൂടി അത് പറഞ്ഞതും മറുപടി എന്തു പറയണമെന്നറിയാതെ ഹരിയും മണിക്കുട്ടിയും ഒരുപോലെ പതറിപ്പോയി. കണ്ണു. ഇത്തിരി മുന്നേ വഴക്ക് പറഞ്ഞ അച്ഛനെ പേടിപ്പിച്ച് കുഞ്ഞ് പിന്നെയും വിതുമ്പി വിളിച്ചതും ഇത്തവണ മണിക്കുട്ടി അവളെ വാരിയെടുത്തു. കരയല്ലേ പൊന്നെ. എന്റെ കുഞ്ഞ് കരഞ്ഞാൽ കണ്ണുവിന് വിഷമാവും. പൊന്ന് കരയാതിരുന്നാൽ കണ്ണു കളിപ്പാട്ടം വാങ്ങിച്ചു തരാലോ. കുഞ്ഞിക്കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുമ്പോൾ ഇവിടെ ഒരുവളുടെ കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കണ്ണു കയ്യണ്ട. ആ കുഞ്ഞിക്കൈകൾ അവളുടെ കണ്ണുനീരും തുടച്ചു മാറ്റി. കുലം പോകാൻ കണ്ണു. ഇത്തവണ എതിരൊന്നും പറയാതെ മണിക്കുട്ടി തലകുലുക്കി. അതേസമയം അവര് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാണുകയായിരുന്നു ഹരി. മണിക്കുട്ടി കുഞ്ഞിന്റെ വാശിയിൽ സമ്മതിച്ചെങ്കിലും കുളത്തിനടുത്തെത്തിയതും അവളുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. കുലം കണ്ണു, കണ്ണു കുലം. അതുവരെ മണിക്കുട്ടിയുടെ കയ്യിലിരുന്നവൾ പെട്ടെന്ന് നിലത്തേക്ക് ഇറങ്ങാൻ കിണുങ്ങി തുടങ്ങി. പൊന്നെ വേണ്ട, ഞാൻ എടുക്കാം. മേന്ത കണ്ണു, നാം പോവാം. നിച്ചു നക്ക അറിയാം. വെപ്രാളത്തിൽ കുഞ്ഞ് പിടയാൻ തുടങ്ങിയതും മണിക്കുട്ടിയുടെ കയ്യിൽ അവൾ നിൽക്കാതെയായി. പെണ്ണിന്റെ കണ്ണ് വേഗം ഹരിയെ തേടി. അതറിഞ്ഞ പോലെ ഹരി അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുത്തു. അച്ഛ എടുക്കാൻ പോവേ. ഹരിയുടെ കയ്യിലെത്തിയതും പെണ്ണ് തെല്ലൊന്നടങ്ങി. അവൻ കുഞ്ഞുമായി പടിയിറങ്ങുമ്പോൾ അവള് പക്ഷേ മുകളിൽ തന്നെ നിന്നു. കണ്ണു ബാ. മോള് പിന്നെയും വിളിച്ചതും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന മണിക്കുട്ടിയുടെ മുന്നിലേക്കാണ് ഒരു കൈ നീണ്ടുവന്നത്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.